ഒരു ഫുൾ എനർജി പടം യുവാക്കളുടെ വൈബിൽ അവരുടെ എനർജി ലെവലുമായി യോജിക്കുന്ന വിധത്തിൽ ഒരുക്കിയിരിക്കുന്ന സിനിമ. അതാണ് ആവേശം. മലയാളത്തിലെ സമീപകാല വിജയചിത്രങ്ങളിൽ ഏറ്റവും ചെറിയ OTT വിൻഡോ ലഭിച്ചത് ആവേശത്തിനാണ്. എന്നാൽ OTTയിൽ എത്തിയിട്ടും പടത്തിന്റെ ഡിമാൻഡ് തിയേറ്ററുകളിൽ കുറയുന്നില്ല. മഞ്ഞുമൽ ബോയ്സിനും പ്രേമലുവിനുമൊക്കെ തിയേറ്റർ റണ്ണിന് ആവശ്യത്തിന് സമയം ലഭിച്ചപ്പോൾ ആവേശത്തിന് ലഭിച്ചത് 28 ദിവസത്തെ വിൻഡോ മാത്രമായിരുന്നു. മഞ്ഞുമൽ ബോയ്സിന്റെയും പ്രേമലുവിന്റെയും കാര്യത്തിൽ നിന്ന് വിഭിന്നമായി ആവേശത്തിന്റെ OTT ഡീൽ റിലീസിന് മുൻപ് തന്നെ നടന്നതാണ് ഇതിന് കാരണം. മെയ് 9-നാണ് ചിത്രം OTTയിലെത്തിയത്. എത്ര വലിയ മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രമാണെങ്കിലും OTTയിലെത്തിയാൽ ആ സിനിമയ്ക്ക് പിന്നീട് തിയേറ്ററുകളിൽ പ്രേക്ഷകർ കാര്യമായി എത്താറില്ല. അതിനാൽ തന്നെ ഷോ കൗണ്ടും കാര്യമായി കുറയാറുണ്ട്. പല ചിത്രങ്ങളും തിയേറ്ററുകളിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമാവുകയും ചെയ്യും. എന്നാൽ ആവേശം ഇക്കാര്യത്തിൽ അമ്പരപ്പിക്കുകയാണ്. OTTക്ക് ശേഷം തിയേറ്റർ വിട്ടില്ലെന്ന് മാത്രമല്ല, മികച്ച സ്ക്രീൻ കൗണ്ടോടെയാണ് ചിത്രം മുന്നോട്ട് നീങ്ങുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി. ഞായറാഴ്ചയായ ഇന്ന് കൊച്ചിയിലും ചെന്നൈയിലും ചിത്രത്തിന് മികച്ച സ്ക്രീൻ കൗണ്ട് ഉണ്ട്. നിരവധി ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമുണ്ട്. എന്നാൽ സ്ക്രീൻ കൗണ്ട് ഏറ്റവും കൂടുതലുള്ളത് ബംഗളൂരുവിലാണ്. ഇന്ന് 47 ഷോകളാണ് ബംഗളൂരുവിലുള്ളത്. മലയാള സിനിമയ്ക്ക് മറുഭാഷാ പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതയും ഫഹദ് ഫാസിലാണ് നായകൻ എന്നതും ആവേശത്തിന് ലഭിക്കുന്ന കയ്യടികളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഡബ്ബിംഗ് പതിപ്പുകൾ ഇറക്കാമായിരുന്ന ചിത്രമാണെന്നാണ് ഇതര ഭാഷകളിലെ ട്രേഡ് അനലിസ്റ്റുകൾ ചിത്രത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. ആമസോൺ പ്രൈമിലൂടെയാണ് സൂപ്പർ ഹിറ്റ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത്. മലയാള ഭാഷയിൽ മാത്രമാണ് ചിത്രം കാണാനാവുക. റിലീസ് ചെയ്ത് 1 മാസം തികഞ്ഞതിന് പിന്നാലെയാണ് ചിത്രം OTTയിലെത്തുന്നത്. ആവേശത്തിന്റെ OTT റേറ്റ് പ്രൈം വീഡിയോ സ്വന്തമാക്കിയത് വൻ തുകയ്ക്കാണ് എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. 35 കോടി രൂപയ്ക്കാണ് ആവേശത്തിന്റെ OTT അവകാശം വിറ്റുപോയതെന്നാണ് ഫ്രണ്ട് റോ ട്വിറ്റർ ഫോറം റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ദുൽഖർ സൽമാന്റെ ചിത്രമായ കിങ് ഓഫ് കൊത്തയുടെ OTT ബിസിനസിനെ ആവേശം മറികടന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 32 കോടി രൂപയ്ക്കായിരുന്നു കിങ് ഓഫ് കൊത്തയുടെ OTT റേറ്റ് വിറ്റുപോയത്. രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ആവേശം. രംഗ എന്ന ലോക്കൽ ഗുണ്ടാ നേതാവിനെയാണ് ഫഹദ് ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ആക്ഷൻ കോമഡി ചിത്രമായ ആവേശത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ OTT ആരംഭിക്കുന്നതുവരെ 150 കോടി രൂപയാണ്. കേരളത്തിൽ നിന്ന് മാത്രം 66 കോടി രൂപയാണ് ചിത്രം നേടിയത്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും 16 കോടി ചിത്രം തൂത്തുവാരി. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രം വിഷു റിലീസായാണ് തിയേറ്ററിലെത്തിയത്. കൂടെ എത്തിയ വമ്പന്മാരെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ചിത്രത്തിന്റെ കുതിപ്പ്. യുവാക്കൾ ചിത്രം ഏറ്റെടുത്തതോടെ തിയേറ്ററിൽ വൻ ആവേശം നിറഞ്ഞു. ചിത്രം ഇപ്പോഴും ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ OTT റിലീസ് പ്രഖ്യാപിച്ചത് ഒരു വിഭാഗം ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു. എന്നാൽ OTTയും പടത്തിന്റെ ആവേശം കെടുത്തിയില്ല എന്ന് വേണം പറയാൻ.